അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉണ്ടാവാം. പക്ഷേ ADHDൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മെഡിസിൻസ് മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുക, ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കാം, ചില തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സിനും റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളുടെ ഫാമിലിയിലും ആർക്കെങ്കിലും ADHD ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ADHDനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ADHD എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് ഇൻഅറ്റൻഷനാണ്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവെന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. എല്ലാ കുട്ടികൾക്കും ഇൻഅറ്റൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ സാധാരണത്തിലും കൂടുതൽ അളവിൽ ഇൻഅറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പൾസിവിറ്റിയാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, അധികം ചിന്തിക്കാതെ സഡൻ ആയിട്ടുള്ള റിയാക്ഷൻസിനെയൊക്കെയാണ് ഇമ്പൾസീവ്നെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ചില പാരൻസ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര കുസൃതിയാണ്, ഭയങ്കര വികൃതിയാണ്, ഒരിക്കലും അടങ്ങിയിരിക്കില്ല. ഇതൊക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റീൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും അധിക പേരും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് തന്നെയല്ല, മുതിർന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട്. പക്ഷേ സാധാരണത്തിലും കൂടുതൽ അളവിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതും കുറച്ചും കൂടി സിവിയർ ആയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ADHD എന്ന് പറയുന്നത്. ADHDൻ്റെ സിംറ്റംസിനെ നോക്കി നമുക്ക് 3 രീതിയിൽ ADHDനെ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ടൈപ്പ് ഇൻഅറ്റൻറ്റീവ് ആണ്, രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പർ ആക്റ്റീവ് ആണ്, മൂന്നാമത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആവാം. ഈ 3 ടൈപ്പ് ADHDയിലും സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കും. ചെറുപ്പം തൊട്ടേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, വളരുന്നതിനനുസരിച്ച് ഈ സിംറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. ഇനി ADHD ചിലർക്ക് മാത്രം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ പറയാം. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ പറയുന്നത് ബ്രെയിനിലുള്ള ചില സ്ട്രക്ചറിലും ന്യൂറോ കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ കാരണമാണെന്നാണ്. ബ്രെയിനിൻ്റെ മെമ്മറി പ്രോസസ്സ് ചെയ്യുന്ന ഭാഗങ്ങളിൽ, ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെയാണ് സാധാരണ രീതിയിൽ ADHD ബാധിച്ചിട്ടുള്ളവർക്ക് മാറ്റങ്ങൾ കണ്ടുവരുന്നത്. ബ്രെയിനിലുള്ള 2 പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നോറെപ്പിനെഫ്രിനും ഡോപ്പമിനും. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്. ഈ ഓർഗൻ പലതരത്തിലുള്ള ന്യൂറോൺസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ന്യൂറോൺ മറ്റേ ന്യൂറോണായി കണക്ട് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ADHD ഇല്ലാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ADHD ഉള്ള ഒരാൾക്ക് നോറെപ്പിനെഫ്രിൻ്റെയും ഡോപ്പമിൻ്റെയും അളവ് കുറവായിട്ടാണ് കണ്ടുവരാറ്. മറ്റൊരു കാരണം പറയുന്നത് ജനറ്റിക് ആണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പാരൻസിനോ നിങ്ങളുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ കൂടപ്പിറപ്പിനോ ADHD ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ADHD ഉണ്ടാവാനുള്ള ചാൻസസ് 2 മുതൽ 8 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. ട്വിൻസിൽ നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ പറയുന്നത് ADHD വരാനുള്ള ചാൻസസ് 80% വരെ ഹെറിറ്റബിൾ ചാൻസസ് ഉണ്ടെന്നാണ്. ഇനി നമുക്ക് ADHDൻ്റെ സൈൻസും സിംറ്റംസും എന്തൊക്കെയാണെന്ന് പറയാം. സാധാരണ രീതിയിൽ ഒന്നിക്കൽ ഇൻഅറ്റൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമ്പൾസീവ് നേച്ചർ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും. ഇത് പല രീതിയിൽ അനുഭവപ്പെടാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള ശ്രദ്ധക്കുറവായിരിക്കാം. എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എളുപ്പം ഡിസ്ട്രാക്റ്റഡ് ആവുന്നതായിരിക്കാം. ഇത് സ്കൂൾ വർക്ക് ആവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ജോലികളാവാം. ഇത് കൂടാതെ ചിലർക്ക് ഫിഡ്ജറ്റിംഗ് ഉണ്ടാവാം, കൈയും കാലും അറിയാതെ അവർക്ക് പോലും കൺട്രോൾ ഇല്ലാതെ അനക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ കുറേ സമയം ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇവർക്ക് അതേപോലെ ഇരിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ഓട്ടമാവാം, ചാട്ടമാവാം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതാവാം. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇവർ ചെയ്യുന്നത് കാണാറുണ്ട്. മറ്റു ചിലർക്ക് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കാം, എക്സസീവ് ടോക്കിംഗ് ആയിരിക്കാം. സാധാരണ രീതിയിൽ ADHD ഏറ്റവും കൂടുതലായിട്ടും കുട്ടികൾക്കാണ് കണ്ടുവരുന്നത്. പക്ഷേ എഡൽസിന് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ക്ലാസിക്കൽ സിംറ്റംസ് അല്ല കാണാറ്. അവർക്ക് ഒന്നിക്കൽ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാം, അതായത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നും ശരിയായില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം. സ്കാറ്റേർഡ് തോട്ട്സ് ഉണ്ടാവാം, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, പെട്ടെന്ന് ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. അതുമല്ലെങ്കിൽ ഇവർക്ക് പുവർ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. കൃത്യസമയത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ജോലിനെ ചിലപ്പോൾ അവർക്ക് ബാധിച്ചേക്കാം. ഇനി ADHD തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യുന്നതിന് പകരം ഈ സിംറ്റംസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതിൽ 6 സിംറ്റംസ് എങ്കിലും വേണം, അഡൽട്സിനാണെങ്കിൽ 5 സിംറ്റംസ് എങ്കിലും മിനിമം വേണം. ഈ സിംറ്റംസ് 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇവർക്ക് അനുഭവപ്പെടണം. ഇത് കാരണം ഇവരുടെ സ്കൂളിലുള്ള വർക്കോ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളോ സോഷ്യൽ ഇൻട്രാക്ഷൻസിനോ ഒക്കെ ബാധിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ADHD എന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ADHDൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ രീതിയിൽ മെഡിസിൻസ് കൊടുക്കാറില്ല. 5 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻസ് തന്നെയാണ്. ഈ പറയുന്ന എല്ലാ മെഡിസിൻസും പ്രിസ്ക്രിപ്ഷൻ മരുന്നുകളാണ്. ഡോക്ടേഴ്സിനെ കാണാതെ ഈ മെഡിസിൻസ് കിട്ടില്ല. മെഡിസിൻസിൻ്റെ ചില കാറ്റഗറീസ് എന്ന് പറയുന്നത് ഒന്ന് ആംഫെറ്റമിൻസ് ആണ്, രണ്ടാമത്തത് മീഥൈൽ ഫെനിഡേറ്റ് സ്റ്റിമുലൻസ് ആണ്. ഈ 2 കാറ്റഗറിയിലുള്ള മെഡിസിൻസും നോറെപ്പിനെഫ്രിൻ്റെയും ഡോപ്പമിൻ്റെയും അളവ് ബ്രെയിനിൽ കൂട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2 മെഡിസിൻസിന് ഒരു സ്റ്റിമുലൻ്റ് ആക്ഷൻ ആണുള്ളത്. ഇനി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന മറ്റു മെഡിസിൻസ് ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ എറ്റോമോക്സിറ്റിൻ ആണ്, ബ്യൂപ്രോപ്പിയോൺ ഉണ്ട്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. നിങ്ങളൊരു ഡോക്ടറിനെ കാണാതെ ഒരു കാരണവശാലും ഈ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഈ മെഡിസിൻസ് കൂടാതെ മറ്റു തരത്തിലുള്ള ബിഹേവിയറൽ തെറാപ്പി ADHDന് ഹെൽപ്ഫുൾ ആണ്. ഇത് ചിലപ്പോൾ കൗൺസിലിങ്ങിൻ്റെ രൂപത്തിലാവാം, സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും, സൈക്കോളജി സെഷൻസ് എടുക്കേണ്ടി വരും. ബിഹേവിയറൽ തെറാപ്പിയിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഷെഡ്യൂൾസ് സെറ്റ് ചെയ്തിട്ട് അത് കീപ്പ് ചെയ്യാനാണ്. ചെറിയ ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കും. പുറമേ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ ശ്രമിക്കും. ഓരോ ആക്ഷൻ ചെയ്യാനുള്ള ചോയ്സസ്, അതിൻ്റെ എണ്ണം, ഓപ്ഷൻസ് കുറയ്ക്കുക. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പലതരത്തിലുള്ള ചാർട്ടുകൾ, ടൈം ടേബിൾസ്, ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾക്ക് ടൈം ഔട്ടിൻ്റെ രീതിയിലുള്ള ഡിസിപ്ലിൻ പഠിപ്പിക്കാവുന്നതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊന്നും മെഡിസിൻസിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല, മെഡിസിൻസിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് ADHDന് ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം. പലതരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ADHDയിൽ റോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം 2000-ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് എന്നുള്ള ഇൻഫർമേഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഫിഷ് ഓയിൽ ആണ്, അല്ലെങ്കിൽ omega-3 സപ്ലിമെൻറ്റ്സ് ആണ്. EPAയും DHAയും രണ്ടിനും ADHDയുടെ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിന് മെയിൻലി ഫാറ്റി ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. omega-3 ഫാറ്റി ആസിഡ്സ് ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറച്ചും കൂടി മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കും. ഇങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് omega-3 ഫാറ്റി ആസിഡ്സ് ADHDന്റെ സിംറ്റംസ് കുറയ്ക്കാൻ സഹായിക്കുന്നത്. അഡൽട്സിന് ഒരു ദിവസം 1000 മില്ലിഗ്രാം വരെ omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കാം. കുട്ടികൾക്ക് ഡോസ് കുറവായിരിക്കണം. ഈ പറഞ്ഞ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം കഴിക്കണം, എത്ര ഡോസിൽ കഴിക്കണം, ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞുതരും. ഇത്തരത്തിലുള്ള കൺസൾട്ടേഷന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. ഓൺലൈനായി ഡോഫോഡി പോലത്തെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ സപ്ലിമെന്റ് ഗിങ്കോ ബിലോബയാണ്. ഇതൊരു തരത്തിലുള്ള ചെടിയാണ്, ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ എക്സ്ട്രാക്ട്സ് അവൈലബിൾ ആണ്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ടും നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് നോറെപ്പിനെഫ്രിനും ഡോപ്പമിനും, ഇതിന്റെ സിഗ്നലിംഗ് കുറച്ചും കൂടി മികച്ചതാക്കിയിട്ടാണ് ഗിങ്കോ ബിലോബ എക്സ്ട്രാക്ട്സ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ സപ്ലിമെന്റ് L-കാർണിറ്റിൻ ആണ്. കാർണിറ്റിൻ അസിറ്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് എളുപ്പമെത്തും. ബ്ലഡിലുള്ള എല്ലാ സാധനങ്ങളും ബ്രെയിനിലേക്ക് എത്താറില്ല. അസിറ്റിലേറ്റഡ് ഫോം ഓഫ് കാർണിറ്റിന് എളുപ്പം ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാനും ബ്രെയിനിൽ എത്താനും സാധിക്കും. ബ്രെയിനിലുള്ള ന്യൂറോൺസിൽ മൈറ്റോകോൺട്രിയൻ്റെ എണ്ണം കൂടുതലാണ്. ഫാറ്റി ആസിഡ്സിനെ ഉപയോഗിച്ച് കൂടുതൽ എനർജി മൈറ്റോകോൺട്രിയയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാർണിറ്റിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഡോപ്പമിൻ സിഗ്നലിംഗിലും കാർണിറ്റിന് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കാർണിറ്റിനെ കുറിച്ചും omega-3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. മറ്റൊരു ഡയറ്ററി സപ്ലിമെന്റ് ആണ് ഫോസ്ഫെറ്റിഡൈൽ സിറിൻ എന്ന് പറയുന്നത്. ഇതും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവലിൽ മാറ്റം വരുത്തിയിട്ടാണ് ADHDന്റെ സിംറ്റംസ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. സപ്ലിമെന്റ്സ് ട്രൈ ചെയ്ത് കൂടാതെ നിങ്ങൾക്ക് ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്താം. ആർട്ടിഫിഷ്യൽ കളർ ഉള്ള ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം കുറയ്ക്കുക, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഒക്കെ ADHDന്റെ സിംറ്റംസ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ADHDന്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് പറയുന്നുണ്ട്. ഒന്ന് ഫ്യൂ ഫുഡ് ഡയറ്റ് ആണ്. അതായത് കുറച്ച് തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം ആദ്യം കൊടുത്തു നോക്കുക. സിംറ്റംസ് എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക, മോണിറ്റർ ചെയ്യുക. അതിനനുസരിച്ച് പുതിയ തരത്തിലുള്ള ഭക്ഷണം മെല്ലെ മെല്ലെ ആഡ് ചെയ്യുക. ഫ്യൂ ഫുഡ് ഡയറ്റ് ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ പ്രോമിസിങ് റിസൾട്ട്സ് ആണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഡയറ്റ് PUFA ഡയറ്റ് ആണ്. അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള തരത്തിലുള്ള ഡയറ്റ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പലതരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസിലാണ് കൂടുതലായിട്ടുള്ളത്. ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഈ 2 ഡയറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. ഡയറ്റ് കൂടാതെ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ചും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ മികച്ചതാക്കാൻ സാധിക്കും. കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയിലൊക്കെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി എക്സസൈസും സ്പോർട്സും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ADHD ഡയഗ്നോസ് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്കറിയെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ADHDനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കുട്ടികളുടെ ആരോഗ്യത്തിനെക്കുറിച്ചും പാരൻറ്റിങ്ങിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലെ വീഡിയോസൊക്കെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.